ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് ലോ ഓഫ് ടോട്ട്സിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോട്ട് എന്ന് പറയുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്. നമുക്ക് മെയിൻലി 3 എസെൻഷ്യൽസ് ആണ് ഉള്ളത്. ഈ 3 എസെൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ട് ഒരു റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒരു ടോട്ട് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ, സെക്കൻഡ് വൺ ഇസ് ലീഗൽ ഡാമേജ് ആൻഡ് തേർഡ് വൺ ഇസ് ലീഗൽ റെമഡി. ഇനി ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ. അതായത് നിയമം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഈ റോങ്ഫുൾ ആക്ട് ആൻഡ് ഒമിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ ആക്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ലോ പ്രൊഹിബിറ്റ് അല്ലെങ്കിൽ ഫോർബിഡൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യരുത്, യു ആർ നോട്ട് സപ്പോസ് ടു ഡു, ലീഗലി അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടെ ഒരു റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതേസമയം ഒമിഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്, ബൈ ലോ നമുക്ക് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് ആൻഡ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ ഒമിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ലീഗൽ ആൻഡ് നോട്ട് മോറൽ. ഈ റോങ്ഫുൾ ആക്ട് ആയാലും ഒമിഷൻ ആയാലും അത് ലീഗലി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ലോഫുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കണം ഈ പറയുന്ന റോങ്ഫുൾ ആക്ട് ആയാലും ഒമിഷനിൽ വരേണ്ടത്, അല്ലാതെ മോറലി ഉള്ള കാര്യങ്ങളല്ല. ഓക്കെ, നൗ സെക്കൻഡ് പോയിന്റ് ഇസ് ലീഗൽ ഡാമേജ്. ഈ ഒരു പോയിന്റ് പഠിക്കുന്നതിന് മുന്നേ ഈ ഡാമേജ് ആൻഡ് ഡാമേജസ് എന്ന് പറയുന്ന രണ്ട് ലീഗൽ ടേംസിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ഡാമേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇഞ്ചുറിയാണ്, ഒരു ഹാമിനെയാണ് നമ്മൾ ഡാമേജ് എന്ന് പറയുന്നത്. അതേസമയം ഡാമേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് എ കോമ്പൻസേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാം, നമ്മൾ സിവിൽ ലോസിൽ എന്താണ് ജനറലി പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് അങ്ങനൊന്നും അല്ല വരുന്നത്. പലപ്പോഴും ഒത്തുതീർപ്പാക്കുന്നത് എങ്ങനെയാണ്, ഒരു കോമ്പൻസേഷൻ വെച്ചിട്ടാണ്. ആ ഒരു കോമ്പൻസേഷനെയാണ് നമ്മൾ ഡാമേജസ് എന്നുകൊണ്ട് ലീഗൽ ടേംസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ലീഗൽ ഡാമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലീഗൽ ഇഞ്ചുറി ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 18 years എബവ് ആയ ഒരു ഇന്ത്യൻ സിറ്റിസണ് എപ്പോഴും റൈറ്റ് ടു വോട്ട് എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലെ. ഇപ്പം വേറൊരാൾ കാരണം എനിക്കിപ്പോൾ എൻ്റെ റൈറ്റ് ടു വോട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ലീഗൽ ഇഞ്ചുറിയാണ് വരുന്നത്. എനിക്ക് അല്ലാതെ ഫിസിക്കൽ ഇഞ്ചുറിയോ വേറൊരു ഇഞ്ചുറിയോ അവിടെ വരുന്നില്ല. അതേസമയം എൻ്റെ ഒരു ലീഗൽ റൈറ്റ് ആണ് അവിടെ വയലേറ്റ് ആയിട്ടുള്ളത്. സോ ഇറ്റ് മീൻസ് ഐ ഹാവ് എ ലീഗൽ ഇഞ്ചുറി. അപ്പൊ ആ ലീഗൽ ഇഞ്ചുറി വരുമ്പോഴാണ് നമുക്ക് ലീഗൽ ഡാമേജ് എന്ന് പറയുന്ന ഒരു ക്ലോസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, നൗ ദി തേർഡ് ഇൻഗ്രീഡിയന്റ് ഇസ് ലീഗൽ റെമഡി. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ സംഭവിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ലീഗൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഡാമേജസ്, അതായത് കോമ്പൻസേഷൻ. സോ ഈ 3 എലമെന്റ്സ് ആണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ലോ ഓഫ് ക്രൈം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, റോങ് ഓഫ് ടോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതാണ് 3 ഇൻഗ്രീഡിയൻസ്.